വലതുഭാഗം കണ്ടോ വലതുഭാഗത്ത് ഈ ബിൽഡിങ്ങിന്റെ ബാക്കിലുണ്ട് അതാ ബാക്കിൽ അവിടെ പ്രത്യേക ബോർഡൊക്കെ വെച്ച് അതാ കമ്പ്യൂട്ടർ സ്ഥാപിച്ച ആ സ്ഥലത്തുള്ള കുബ്ബയുള്ള സ്ഥലം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധപ്പെട്ട കിണറും പ്രസിദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന എന്ന് അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത്. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ഹുദൈബിയയിൽ നമുക്ക് കുറച്ചുകൂടെ അപ്പുറപ്പുറമൊക്കെ കുറെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ ചെറിയ റോഡുകളിൽ പോയി കാറൊക്കെ ടാക്സി ഒക്കെ എടുത്ത് കാണാൻ പറ്റിയ കുറെ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോ ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മളെ സാമ്പത്തിക ഭദ്രതക്ക് അനുസരിച്ച് അല്ലാഹു പിന്നെ നമുക്ക് സമയം തരാണ് എപ്പോഴെങ്കിലും കാണാം. ഇപ്പൊ നമുക്ക് ഒന്നിച്ച് ബസ്സിൽ പോകാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അൽഹംദുലില്ലാഹ്. യമീനം ബിറബ്ബി ഇന്ന ഖൽബി യുഹിബ്ബുഹു وذاك رجائي في الحياة وفي الممات മുത്ത് റസൂലുള്ള തങ്ങളെ ഹൃത്തിൽ നിലാവേകും തിങ്കളെ. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരുപാട് ബസ്സുകൾ നിർത്തിയിട്ടുണ്ട് വലതുഭാഗത്ത് ആ ഗട്ടിന്റെ ഉള്ളിൽ ഒരുപാട് ബസ്സുകൾ നിർത്തിയിട്ടത് ഇപ്പോൾ വൈക്കൊക്കെ കാണാം. അത് ഈ ഹജ്ജിന്റെ സമയത്ത് പിന്നെ ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ബസ്സുകളാണ്. ലക്ഷക്കണക്കിന് ഹാജിമാരാണല്ലോ ഹജ്ജിനെത്തുക. അപ്പൊ ഒരേ സമയം ഇവരെ അറഫയിലെത്തിക്കണം, മിനയിലെത്തിക്കണം, മുസ്ദലിഫയിലെത്തിക്കണം. ഇതിനൊക്കെ വാഹനങ്ങൾ വേണം. അതിന് ഗവൺമെന്റ് അതിനായിട്ട് വെച്ചിട്ട ആയിരക്കണക്കിന് വാഹനങ്ങളാണ്. ഒരു വാഹനത്തിൽ 50 ആളല്ലേ പോവുള്ളൂ. 1 ലക്ഷം ആകണമെങ്കിൽ എത്ര ബസ് വേണം? അപ്പൊ അതിനു വേണ്ടി പ്രത്യേകം ഗവൺമെന്റ് ഒരുക്കി വെക്കുന്ന ബസ്സുകളാണ്. അത് ഏകദേശം ഹജ്ജിന്റെ സമയത്തൊക്കെ ഒന്ന് വർക്കുകൾ ചെയ്ത് അതിന് ഡ്രൈവർമാരെ വെച്ച് അപ്പോഴാണ് അത് ആക്റ്റീവ് ആകുന്നത്.